ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റാണ് ഇത്. മലബാർ ഫൈസൽക്ക് നടത്തിയ ഒരു ക്ഷമാപണ പോസ്റ്റാണിത്. ഞാൻ ആദ്യമേ പറയട്ടെ, ആദില നൂറ എന്ന വ്യക്തികളുടെ തീരുമാനത്തെയോ അവർ ജീവിച്ചു പോകുന്ന ജീവിത രീതിയെയോ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ അംഗീകരിക്കുകയുമില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്, ന്യായീകരണങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഞാനൊരു മാതാവ് എന്നുള്ള നിലയിൽ. ഇനി നമുക്ക് പോസ്റ്റിലേക്ക് വരാം. മലബാർ ഫൈസൽ ഖാന്റെ വീട്ടിൽ നടന്ന വലിയൊരു ചടങ്ങിൽ സമൂഹത്തിലെ ഒരുപാട് ഉന്നതർ പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണത്. അവിടേക്ക് ഒരിക്കലും ക്ഷണിക്കാതെ ഒരു അതിഥി ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും താങ്കളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അവരവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ അവരെ ക്ഷണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് വിമർശന പോസ്റ്റുകളും വീഡിയോസും വന്നപ്പോൾ താങ്കൾ ഇട്ട ഒരു പോസ്റ്റാണിത്. ഫൈസൽ ഖാനോടുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, താങ്കൾക്ക് അവരെ ക്ഷണിക്കാതിരിക്കാമായിരുന്നു. അതുകൊണ്ട് അവർക്കോ താങ്കൾക്കോ യാതൊരുവിധ നഷ്ടവും സംഭവിക്കുന്നില്ല. താങ്കൾ ക്ഷണിക്കുന്നില്ല, അവരവിടെ വരുന്നില്ല, അവിടെ തീരുമായിരുന്നു. താങ്കൾ അവരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, താങ്കൾ അവരെ ആ ചടങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിളിച്ചിട്ടാണ് അവർ വന്നത് എന്ന് പറയാനുള്ള ഗട്സ് കാണിക്കണമായിരുന്നു, അല്ലെങ്കിൽ അവരെ വിളിക്കാതിരിക്കണമായിരുന്നു. ഇനി താങ്കളെ പോലെ ഇത്രയും തിരക്കുകളുള്ള വ്യക്തിക്ക് താങ്കളുടെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ എല്ലാവരെയും ഫോണിലൂടെയോ അല്ലാതെയോ ക്ഷണിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അതിനെന്ത് ചെയ്യും? അതിനായിട്ട് ഒരാളെ നിയോഗിക്കും. പക്ഷേ താങ്കൾ നിയോഗിക്കുന്ന ആൾക്ക് അറിയണമായിരുന്നു, താങ്കളെ പോലുള്ള ഇത്രയും ഉന്നതനായിട്ടുള്ള, ഇത്രയും ആളുകൾ ബഹുമാനിക്കുന്ന ഒരു ചടങ്ങിൽ ഏതെല്ലാം രീതിയിലുള്ള, ഏതെല്ലാം സ്റ്റാറ്റസുള്ള, ഏതെല്ലാം സ്റ്റാൻഡേർഡിലുള്ള, ഏതെല്ലാം മേഖലകളിലുള്ള ആളുകൾ പങ്കെടുക്കണമെന്ന് അദ്ദേഹത്തിന് അറിയണമായിരുന്നു. അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. ചിലപ്പോൾ താങ്കൾക്ക് പറ്റിയ വീഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ഈ കടമ ഏൽപ്പിച്ച ആൾക്ക് പറ്റിയ വീഴ്ചയായിരിക്കാം. അവിടെയാണ് താങ്കൾ തിരുത്തേണ്ടിയിരുന്നത്. അല്ലാതെ താങ്കൾ വിളിച്ചു വരുത്തിയ അതിഥികളെ എന്റെ അറിവോടെയല്ല അവരവിടെ വന്നത് എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. ആത്മാഭിമാനമുള്ള ഒരാളും തന്നെ വിളിക്കാത്ത ഒരു ചടങ്ങിലേക്ക് ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആദില നൂറ എന്ന രണ്ട് വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഉമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ജീവിതം ജീവിച്ചു തീർക്കുകയാണ്, നിങ്ങൾ ജീവിക്കുക. പക്ഷേ അതിലേക്ക് ഇനിയും നിങ്ങളുടെ മാതാപിതാക്കളെ വലിച്ചിട്ട് അവരെ കുത്തി നോവിക്കാതിരിക്കുക. നിങ്ങൾക്ക് ജന്മം തന്നു, നിങ്ങളെ ഇതുവരെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പ്രാപ്തരാക്കി എന്നുള്ളൊരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈവൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങളുടെ മാതാവിനെ കുറിച്ചോ പിതാവിനെ കുറിച്ചോ ഒക്കെ ചോദിക്കുമ്പോൾ എത്ര മ്ലേച്ഛമായിട്ടാണ് അവരെ നിങ്ങൾ ചിത്രീകരിക്കുന്നത് എന്നുള്ളത്. ഒന്നിൽ അതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുകയാണ്. ഇത് കണ്ട് സങ്കടപ്പെട്ട് നീറി നിങ്ങളുടെ മാതാപിതാക്കള് അവരും ജീവിക്കുകയാണ്. അപ്പോൾ അതുപോലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ചെയ്യില്ല. ഏതൊരു മതവും പഠിപ്പിക്കുന്ന ഒന്നുണ്ട്, നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് നമ്മുടെ മാതാപിതാക്കള്. അപ്പോ അവരെ ബഹുമാനിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട്. ഒരു ഉമ്മ എന്നുള്ള നിലയിൽ നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് കൂടിയാണ്. താങ്ക് യു.